അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കണം. അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കണം. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് അനുഭവിക്കണം. ഒരുമിച്ച് അവിടുത്തെ ശക്തി അനുഭവിപ്പാൻ, കൃപ അനുഭവിപ്പാൻ, അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാടി ആരാധിപ്പാൻ കൃപ നൽകണമേ. ആത്മാവിൽ പാടി സ്തുതിക്കാൻ, അഭിഷേകത്തോടെ പാടി സ്തുതിപ്പാൻ, സത്യത്തിലും ആത്മാവിലുള്ള ആരാധന ഇവിടെ ഉയർത്തുവാൻ കർത്താവിന് പ്രസാദം തോന്നണമെന്നും ഞങ്ങൾ വലിയവനാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ എന്നുള്ള വചനം പോലെ ഞങ്ങൾക്കൊരുമിച്ച് കർത്താവേ ആത്മാവിൽ ആരാധിപ്പാൻ, ആത്മനിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പാടി ആരാധിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പാടുവാൻ ബലപ്പെടുത്തണം. അവർ ആത്മനിറവിൽ പാടട്ടെ. ആരാധനയിലേക്ക് നയിക്കുമ്പോൾ ജനം ആത്മാവിൽ ആരാധിപ്പാൻ കൃപ നൽകുമാറാകണമെന്ന് ഞങ്ങൾ വലിയവനാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തന്റെ സാന്നിധ്യവും സർവശക്തന്റെ കൃപയും സർവശക്തന്റെ പരിപാലനവും ഇവിടെ ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ആദരിക്കണമേ. ദൈവവചനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. അഭിഷേകത്തിന്റെ, ആത്മനിയോഗത്തിന്റെ, വെളിപ്പാടിന്റെ, ദൈവപ്രവൃത്തിയുടെ ഒരു ശുശ്രൂഷ ഇവിടെ വെളിപ്പെടുത്തണമേ. മാനുഷിക ശബ്ദങ്ങൾ വേണ്ട, മാനുഷിക വാക്കുകൾ വേണ്ട കർത്താവേ. ദൈവ ശബ്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ദൈവ ആലോചനയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവ കൃപ ഞങ്ങളിൽ പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആലയം പരിസരം വിശുദ്ധമാകട്ടെ. കൊണ്ടുവന്ന ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇനി വരുവാനുള്ള ഒരു വേഗം കടന്നു വരുവാൻ, തടസ്സങ്ങൾ മാറുവാൻ, ക്ഷേമത്തോടവരെ കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദേശം വിടുവിക്കണമേ. നാട് അനുഗ്രഹിക്കപ്പെടണമേ. ഈ നാട്ടിലുള്ള എല്ലാ ആരാധനയും അനുഗ്രഹിക്കപ്പെടണമേ. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ ഈ ദേശത്തും സംഭവിപ്പാൻ കർത്താവിന്റെ ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യബോധത്തിൽ ഞങ്ങളെ ഇരുത്തണം. പ്രാർത്ഥിച്ച ആരാധനയെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിയന്ത്രണമെല്ലാം അങ്ങേക്ക്, അങ്ങയുടെ ശക്തിയും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണം. ദൈവ കൃപ ഇവിടെ വ്യാപരിക്കണം. ദൈവ ശക്തി ഇവിടെ വെളിപ്പെടുത്തണമേ. തിരുനാമം മഹത്വം എടുക്കണമേ. അവിടുത്തെ കരമെല്ലാം നിലയിലും അനുകൂലമായിട്ടിരിക്കണം. നിയന്ത്രണമെല്ലാം അങ്ങേക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളുകയാൽ ചേർന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഈ ആരാധനയിൽ വലിയ ദൈവപ്രവൃത്തി കർത്താവ് അയക്കുന്നതോർത്ത് ഒരുമിച്ച് എല്ലാവരും സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. പാട്ടുകൾ പാടുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും നമുക്കായിരിക്കാം. ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അവർ പാടുമ്പോൾ കണ്ണുകളടച്ച് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരാധനയ്ക്കായി സമയങ്ങൾ വർദ്ധിരിക്കും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ പൂർണ്ണനാ. നീയൻ
സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാൻ. ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനായി ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ഓ ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനാ എണ്ണമില്ല നന്മകൾ, എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ സാധുവാകും എന്നെ സ്നേഹിച്ചു,
സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സാധുവാകും എന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, കാൽവറിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെന്റെ പ്രിയനേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ കാൽവറിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെന്റെ പ്രിയനേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, എത്ര പേർക്ക് പറയുവാൻ പറ്റും കർത്താവേ, ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ
ആ ത്യാഗത്തെ ഓർക്കുമ്പോൾ സ്തുതിക്കാതിരിക്കുവാൻ കഴിയില്ല കർത്താവേ. ആ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ, ആ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ കേട്ട ഒന്നുണ്ട്, മാനസാന്തരം. മാനസാന്തരം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ. ജീവപ്രാപ്തിക്കായി, ജീവപ്രാപ്തിക്കായി. വെട്ടിക്കളയാതെ നിലനിൽക്കേണ്ടതിന് മാനസാന്തരം ആവശ്യമാണ്. ഫലം കായ്ക്കേണ്ടതിന് മാനസാന്തരം ആവശ്യമാണ്. ഈ 2026 ഒന്ന് പറഞ്ഞിട്ട്, കർത്താവ്, ഞങ്ങൾ സഭയായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയെ കർത്താവേ. ഞങ്ങളെ സഹായിക്കണേ, ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് കേട്ട വചനം പോലെ കർത്താവേ, ഫലം കായ്ക്കുവാൻ ഈ ഒരാണ്ട് കൂടെ അങ്ങ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നു. ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു മാനസാന്തരത്തോടെ മനസ്സ് പുതുക്കി ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് കർത്താവേ. പ്രയോജനപ്പെട്ട ഒരുവരെ കാരാഗ്രഹത്തിൽ പൂട്ടിയിട്ട് കേട്ടോ. അപ്പോസ്തലന്മാരെ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ കാരാഗ്രഹത്തിൽ പൂട്ടിയിട്ടു എന്നാണ് വായിക്കുന്നത്. എന്നാൽ അന്ന് രാത്രി ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി ഫലം കായ്ച്ചവരെ, പ്രയോജനപ്പെടേണ്ടുന്നവരെ പുറത്തു കൊണ്ടുവന്ന് ചേവകർ വന്ന് നോക്കിയപ്പോൾ പൂട്ട് പൊട്ടിച്ചിട്ടില്ല, കാരാഗ്രഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിനകത്ത് പ്രയോജനപ്പെടേണ്ടവരില്ല. ഇന്ന് സഭയായി ഒന്ന് പറഞ്ഞാട്ട്, ഈ അതിരുകൾക്കകത്ത് നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്നത് മേൽ ഒരു ദൈവ പ്രവൃത്തി ഫലം കായ്ച്ച് അതിരുകളെ പൊട്ടിച്ചുകൊണ്ട് ഒന്ന് പുറത്തു വരത്തക്കവണ്ണം ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ മേൽ, നമ്മുടെ സഭയിൽ നടക്കേണ്ടതിന് ഈ 2026 ഒരു ദൈവ പ്രവൃത്തി അതിരുകളെ പൊട്ടിച്ചുകൊണ്ട് ദൈവ പ്രവൃത്തിക്ക് അനുകൂലമായി ചലിച്ചുകൊണ്ട് ഈ സഭ എഴുന്നേൽക്കട്ടെ, കുടുംബങ്ങൾ എഴുന്നേൽക്കട്ടെ. നമുക്കിട്ടിരുന്ന അതിരുകളെ പൊട്ടിച്ചുകൊണ്ട് നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഫലം കായ്ച്ചുകൊണ്ട് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ 30 വർഷമായി കാണും പിശാചിട്ടിരുന്ന അതിരുകളെ പൊട്ടിച്ചുകൊണ്ട് ഫലം കായ്ക്കുന്ന, പ്രയോജനപ്പെടുന്ന സഭയായി നമ്മൾ മാറട്ടെ. പ്രയോജനപ്പെടുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ. ഈ 2026 ശത്രു അടച്ച വാതിലുകൾ ദൈവം തുറക്കുന്ന പകലായി മാറട്ടെ, തുറക്കുന്ന വർഷമായി മാറട്ടെ. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ലല്ലോ. ആ നിയോഗങ്ങൾ ഏറ്റെടുക്കുന്ന അല്പസമയം കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് സ്തുതിച്ചാട്ട് ഒന്ന് ആരാധിച്ചാട്ട് കർത്താവേ, ആ വചനത്തെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ അതിരുകളെ പൊട്ടിച്ച്, ഞങ്ങൾ പിശാചിട്ടിരിക്കുന്ന അതിരുകളെ പൊട്ടിച്ച് സഭയായി മുന്നേറുന്ന ഒരു വർഷമായിരിക്കട്ടെ. ആത്മീയതയിൽ മുന്നേറുന്ന ഒരു വർഷമായിരിക്കട്ടെ. ഫലം കായ്ക്കുന്ന വർഷമായിരിക്കട്ടെ. പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നതിനെ കാരാഗ്രഹത്തിൽ പൂട്ടിയിടുവാൻ ശ്രമിക്കുന്നതിന് മേൽ ഞങ്ങൾ ജയത്തെ ഡിക്ലെയർ ചെയ്യുന്നു. ബന്ധിക്കുവാൻ നോക്കുന്നതിനെ അതിനുമേൽ ഞങ്ങൾ ജയത്തെ ഡിക്ലെയർ ചെയ്യുന്നു. സമാധാനത്തെ കെടുത്തി, ആത്മീയതയെ കെടുത്തി, ചിന്തകളെ കൊണ്ടിട്ട് ആത്മീയതയെ കെടുത്തിക്കളയുന്ന, ഫലത്തെ കെടുത്തിക്കളയുവാൻ നോക്കുന്ന, ഫലം പുറപ്പെടുവിക്കേണ്ടതിനെ ഞെരുക്കിക്കളയുവാൻ നോക്കുന്ന, അടിസ്ഥാനത്തെ കുലുക്കിക്കളയുവാൻ നോക്കുന്നതിന് മേൽ ഞങ്ങൾ സഭയായി ജയത്തെ ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ദൂതന്മാർ ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യട്ടെ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് പുറത്തു വരട്ടെ. സഭ പുറത്തു വരട്ടെ. ഈ ദേശത്തെ ഞങ്ങൾ ചോദിക്കുന്നു കർത്താവേ, ഈ ദേശത്തെ ഞങ്ങൾ ചോദിക്കുന്നു, ഈ 4 കോണുകൾക്കകത്ത് നിൽക്കുവാനല്ല, ഇത് വ്യാപിക്കട്ടെ. തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും ഇത് പറക്കട്ടെ കർത്താവേ. വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുക്കരുതെന്നും ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ സംഭവിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ.
വാതിൽ തുറന്നാൽ ആർക്കും 2026 സംഭവിക്കട്ടെ. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാൻ ആവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ ആവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, നമുക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, നമുക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറും വേളകളിൽ കൃപയാൽ എന്നെ ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ.
ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാകുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാകുകില്ല. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാകുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാകുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയും വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയും വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരി വാതിൽ അടച്ചിടുമേ. പരിശുദ്ധനെ പരിശുദ്ധനെ, യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ലല്ലോ. ഈ 2026 ഈ പ്രാരംഭ ആരാധന ദിവസം ഞങ്ങൾക്കായി വാതിലുകൾ തുറക്കപ്പെടട്ടെ. ദൈവ പദ്ധതികൾ ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. നിയോഗങ്ങൾ ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. ശക്തിയോടെ ആരാധന ഉയരട്ടെ. അഭിഷേകത്തോട് ശക്തിയോട് ആത്മനിറവോടെ കരങ്ങൾ ചലിപ്പിച്ച് അതരങ്ങൾ ചലിച്ച് ശക്തമായ ആരാധനയുടെ ഉയരട്ടെ. മറക്കുവാൻ കഴിയാത്ത ഒരു ആരാധന, ശാരീരിക സൗഖ്യം പ്രാപിക്കുന്ന ആരാധന, രോഗങ്ങൾ വിട്ടുമാറുന്ന ആരാധന, പൈശാചിക ബോധികൾ അഴിയുന്ന ആരാധന. ഉയരട്ടെ, ആരാധന ഉയരട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകം 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 ഓരോരുത്തരി പകരട്ടെ. അഭിഷേകം ഓരോരുത്തരി പകരട്ടെ. അഭിഷേകത്തിന്റെ ശകലേ, അഭിഷേകത്തിന്റെ ശകലേ ഓരോരുത്തരിൽ വ്യാപരിക്കട്ടെ. അഭിഷേകം
സംഗതി ദൈവസംഗതി അസാധാരണ ദൈവസംഗതി ആത്മസംഗതി ഇറങ്ങട്ടെ. ഓ ദൈവസംഗതി. യെസ് 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 യെസ്. പന്ത് പൊങ്ങുന്നത് പോലെ ആത്മശക്തിയാൽ നിറയട്ടെ. ഉടവര ബലവര ബലവര ദലകട ഉടവര ദലകട ദുരവന വിവികനാഥന ഓരത്തം ബംദരക ചെക്കനദനെ ഓ ദിവലവര ബലവ. എല്ലാവരും ആത്മാവിൽ നിറയട്ടെ. ഓരോരുത്തരുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉടവര ബലവര ഗടഗട ബല 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 ഉടവര ബലവര ബല ബല അടഗര ദുരവല ബല ബല ഉടവര രഗദല രഗദല രഗദ 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 വൈഡ അന്തര ബൗഡേ റിബലവരഗദേ വേദംബാര സംബലവരവേ ജീവൽകാര സംബലവരവ ഉടവര ബലവ ശബ്ദലവരവേ. ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. നാവിന്റെ കെട്ടുകൾ അഴിയുന്നു. യേശു കർത്താവിന്റെ നാമത്തെ അഭിഷേകം. യെസ്. വൈരിയുടെ വാതിലുകൾ അടയുമ്പോൾ തന്റെ ജനത്തിന് വേണ്ടി വഴികൾ തുറക്കപ്പെടട്ടെ. ജനത്തിന് വേണ്ടി വഴി തുറക്കട്ടെ. ഓ സഭയ്ക്ക് വേണ്ടി വഴി തുറക്കട്ടെ. ആത്മാക്കൾ കടന്നു വരട്ടെ. ഓ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവകൃപ 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 ഉടവര വലവര 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 അവ ധാന ധീര ധാര ധീർ. ഓ Rakaseke nerebele Rabana seke dede Duda tama seke Rakasamde ne dege 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 se Rakaseke nerebele Roko seke Kata taka shada dada dura dada vaida vada Iba dagada dagada shabana dagada dagada vaida vadaba Andara vadavada 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 dagade ഓ ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എല്ലാവരും ബലപ്പെടട്ടെ. എല്ലാവരും ശക്തിപ്പെടട്ടെ. അതരങ്ങൾ ചലിപ്പിക്കുമ്പോ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോ ശരീരം മുഴുവൻ അത് വിടുതലാകട്ടെ.
അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, പ്രവൃത്തി വെളിപ്പെടട്ടെ.
കണ്ണുകളൊന്നടച്ച് ദൈവസന്നിധിയിൽ ശക്തമായ ആരാധന ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഓ, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ പകരുന്നല്ലോ. ശക്തമായ ദൈവ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പകൽ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? വിശുദ്ധ സഭായോഗമായി ഈ ആണ്ടിന്റെ ആരംഭത്തിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ, ആരാധനയും സ്തുതികൾ ഇവിടെ ഉയരുമ്പോൾ, ആ ക്രൂശിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ കണ്ണുകൾ അടിച്ച് ഹൃദയങ്ങൾ ദൈവത്തിൽ ഏകാഗ്രമാക്കി കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കാം. ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനെ ഒന്ന് ധ്യാനിച്ച് ആ ക്രൂശിലേക്ക് നോക്കി. പ്രാണവായുവിനായിട്ട് കേഴുമ്പോഴും അവിടെയും ക്ഷമിക്കുന്ന ഒരു കർത്താവ്, കാലുകൾ ഉയർത്തുവാൻ കഴിയാതെ പുറം മുഴുവൻ മുറിവുകളായതുകൊണ്ട് ക്രൂശോട് ചേർന്ന് നിൽക്കുമ്പോൾ ആഴമേറിയ വേദനകൾ ഉണ്ടാകുന്നു. ശ്വാസമെടുക്കുവാൻ മുകളിലോട്ട് കാലിൽ പൊങ്ങുമ്പോൾ ആ പുറം ആ പച്ചമരത്തിൽ കിടന്നൊരയും ആ തടിയിൽ. ഓ, എന്നാൽ അത് നമുക്കായിട്ടായിരുന്നു കർത്താവ് മരിച്ചത്. ആ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ഈ ആരാധനയിൽ തുടർന്ന് നമുക്കായിരിക്കാം. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ രക്ഷകനു സ്തോത്രം, ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ഓ, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ രക്ഷകനു സ്തോത്രം, ഇന്നും എന്നേക്കും. ഓ, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പുതുവർഷത്തിന്റെ ആരംഭ കർത്തൃപകലിൽ കർത്താവിനെ ഉയർത്തുവാൻ ഓരോ പാട്ടുകൾ പാടുമ്പോഴും ധൈര്യം നമുക്ക് വർദ്ധിപ്പാനിടയാകുന്നല്ലോ. കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഓ, ഒരു വാതിൽ കർത്താവ് അടച്ചാൽ അതിനെ തുറക്കുവാൻ ആർക്കും കഴിയത്തില്ല. തൻ്റെ ജനത്തിന് വേണ്ടി വാതിലുകൾ തുറക്കുമ്പോൾ വൈരിയൻ വാതിലുകൾ അടയപ്പെടും. അതൊക്കെ പാടുമ്പോൾ എന്ത് വാ തുറന്ന് പറയുന്നു അത് സംഭവിക്കും. നാം എന്ത് വാ തുറന്ന് വിളിച്ചു പറയുന്നു അത് സംഭവിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഓരോ ആരാധനയും വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളാകണം. ഓരോ ആരാധനയിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. വാ തുറന്ന് നാം വിളിച്ചു പറയുമ്പോൾ അത് സംഭവിക്കും.
വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അസാധ്യമായി ഒന്നുമില്ല. ജീസസ് ഞാനത് ഈ ആരാധനയിലും വിശ്വസിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 1:37 പഠിക്കുമ്പോൾ കാണുന്നത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. കന്യകയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അവതരിപ്പാനായി ഒരു പുരുഷന്റെ സഹായമില്ലാതെ എൻ്റെ യേശുവിന് ജന്മം കൊടുക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. അത് പരിശുദ്ധാത്മാവിൽ ഉൽപാദിതമാകും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ആ വചനമൊന്ന് വിളിച്ചു പറയാമോ? എൻ്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. കരമുയർത്തിയൊന്ന് പറയാമോ? ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഈ ആരാധനയിലോ കർത്തൃപകല് ഒന്നാമത്തെ ആരാധനയിൽ, പുതുവർഷത്തിന്റെ ആരാധനയിൽ, ആദ്യ ആരാധനയെ വിളിച്ചു പറ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. കരമുയർത്തി പറയാമോ? ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഹല്ലേലൂയ. അത് വിശ്വസിച്ച് ഹല്ലേലൂയ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ശക്തിയോടെ ഹല്ലേലൂയ. തകർത്ത ഇടിനാദം പോലെ ഹല്ലേലൂയ. പരിവള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ. വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെ ഹല്ലേലൂയ. സ്തുതിക്കുന്നതിൽ നാം കുറവ് വരുത്തരുത്. ഇന്ന് നാം സ്തുതിക്കാതിരുന്നാൽ നാളെ സ്തുതിക്കാൻ ചിലപ്പോൾ കൊതിക്കും. ആരോഗ്യമുണ്ടായിരുന്നെങ്കിലും ഒന്ന് സ്തുതിക്കാമായിരുന്നെന്ന് പറയും. എന്നാൽ ഇന്ന് ദൈവം ആരോഗ്യം, സൗഖ്യം, ബലം നൽകിയിരിക്കുമ്പോ സ്തുതിക്കുന്നത് ആർക്കാ ഉചിതം? എല്ലാരും ഒന്ന് പറഞ്ഞേ, സ്തുതിക്കുന്ന ആർക്കാ ഉചിതം? ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നേരുള്ളവരെല്ലാം ചേർന്ന് ശക്തമായിട്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഓക്കെ, ശക്തമായ ഒരു ഹല്ലേലൂയ പറയണം. നേരുള്ളവരെല്ലാം ചേർന്ന് യെസ്, ശക്തിയോടെ ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്ക് സമയങ്ങൾ വേർതിരിക്കുന്നു. ദൈവസന്നിധി ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മുടെ വിശുദ്ധ സഭായോഗത്തെ വഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ 2 ദിനം ഭാഗികമായിട്ടാണെങ്കിലും പകൽ മാത്രമേ ഉള്ളെങ്കിലും ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവജനത്തിന് സഭയ്ക്കിടയാക്കി. കടന്നു വന്ന് ഈ പ്രാർത്ഥനയിൽ പ്രധാനമായും എല്ലാ കുടുംബങ്ങളെയും പേരുവരായി വഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് പകലിൽ ഒന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം ചെയ്യാമോ? ഇത് പ്രാരംഭ കർത്തൃപകലല്ലേ. പ്രാർത്ഥന കുറയ്ക്കരുത്, സ്തോത്രം കുറയ്ക്കരുത്. സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉയരണം. യെസ്, കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുറയ്ക്കരുത്. എത്ര പേരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന് ഇന്ന് പകലിലും പ്രവർത്തിപ്പാനായിട്ട് കഴിയും. ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയും. യേശു കർത്താവിൻ്റെ നാമത്തിൽ നാം ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സഭയ്ക്ക് വേണ്ടി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ശശാൽ ഇന്നത്തെ ആരാധനയോർത്ത് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ദൈവവചന ചിന്തകൾക്കായി സമയങ്ങൾ വേർതിരിക്കുന്നു. പുതിയ വർഷത്തിൻ്റെ ആദ്യ കർത്തൃപകൽ കഴിഞ്ഞ 31 മുതൽ തന്നെ നാം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു. 2, 3 തീയതികളിൽ ഉപവാസത്തിൽ പ്രാർത്ഥനയിലായിരുന്നു. അപ്പോഴും നാം ദൈവവചനം കേട്ടു. എന്നാൽ കർത്തൃപകലിൽ നൽകുന്ന ആദ്യ സന്ദേശം കൂടി ആണല്ലോ ഇത്. വളരെ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്തോത്രം. എന്നോടൊന്ന് ഇടപെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പോരാ,
ഇന്ന് പകൽ എന്നോട് സംസാരിക്കണമേ എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, എന്നോട് സംസാരിക്കണമേ. ഈ പുതിയ വർഷത്തിൽ എന്നെ ഒന്ന് ബലപ്പെടുത്തുന്ന, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുന്ന, എന്നെ ഒന്ന് ശക്തീകരിക്കുന്ന ഒരു ദൈവവചനം എന്നോട് ഇടപെടണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം പറഞ്ഞു തുടങ്ങിയാട്ടോ, ദൈവത്തിന് മഹത്വം കൊടുത്ത് തുടങ്ങിയാട്ടോ. ഇന്ന് പകൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ. ശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടട്ടെ, യേശു കർത്താവിന്റെ നാമത്തിൽ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, ഇത് പുതിയ വർഷത്തിലെ ആദ്യ കർത്തൃപകൽ, ആദ്യ ഞായറാഴ്ചയിലെ സന്ദേശം. ഇന്ന് പകൽ എന്നോട് ഇടപെടണം, എന്നോട് ഇടപെടണം, എന്നോട് സംസാരിക്കണം. കർത്താവേ, എനിക്ക് ആവശ്യമാർന്ന ആലോചനകളെ നൽകിത്തരണമേ. കണ്ണുകൾ അടച്ചൊന്ന് പാടാമോ? ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ, ആത്മാവിൽ എന്നോടൊന്ന് ഇടപെടണമേ. ഒരു നിമിഷം, ഒരു നിമിഷം കണ്ണുകൾ അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ ഒരു നിമിഷം ധ്യാനിച്ച് ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണം. ഈ വർഷത്തിന്റെ ആദ്യ കർത്തൃപകലാണല്ലോ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ, ആത്മാവിൽ എന്നോടൊന്ന് ഇടപെടണം. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു സമർപ്പണത്തോടെ, ഒരു പ്രാർത്ഥനയോടെ അതെ നമുക്ക് അടുത്തു വരാം. ആഴത്തിൽ എന്നോട് ഇടപെടണമേ, ആത്മാവിൽ എന്നോട് ഇടപെടണമേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിൽ എന്നോട് ഇടപെടണം. ഇതാദ്യ കർത്തൃപകൽ, ഈ ആണ്ടിന്റെ ആദ്യ കർത്തൃപകൽ. എന്നോടൊന്ന് ആഴത്തിൽ ഇടപെടണമേ. കരങ്ങൾ ഉയർത്തി കണ്ണുകളൊന്നടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുവാൻ പോവുകയാണ്. യെസ്, ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ഒരു നിമിഷം കർത്താവിനെ ധ്യാനിച്ച് ആഴത്തിൽ എന്നോട് ഇടപെടണമേ, ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണമേ. പാഴായി
ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ, ആത്മാവിൽ എന്നോടൊന്ന് ഇടപെടണമേ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി എന്നോട് ഇടപെടണം എന്ന് പ്രാർത്ഥിച്ചേ. ശക്തമായി ഇടപെടണം. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. പുതിയ വർഷത്തിലെ ആദ്യ കർത്തൃപകലല്ലേ? ആഴത്തിൽ എന്നോട് ഇടപെടണം, ആത്മാവിൽ എന്നോട് ഇടപെടണം. അതാരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. പിതാവേ, പാഴായിപ്പോയ മൺപാത്രം പോലെ ആയിരിക്കുമ്പോൾ കുശവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പണിയണം, മെനയണം. ഇന്ന് പകൽ ക്രൂശന്മേൽ നിർത്തണം. ക്രൂശന്റെ മറവിൽ നിർത്തി അധികാരത്തോടെ അഭിഷേകത്തോടെ ശുശ്രൂഷിപ്പാൻ കൃപയെ നൽകണം. ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ നാവായി നിർത്തണമേ. ജനത്തോട് ആഴത്തിൽ ഇടപെടണമേ. ആരിലും ശ്രേഷ്ഠമായി ശക്തമായി ഇന്ന് പകൽ ദൈവിക ഇടപെടൽ വരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. മതി. 8-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, ഈ വർഷം കൂടി നിൽക്കട്ടെ. അതായിരുന്നു ഈ പ്രാർത്ഥനകളിലെയൊക്കെ പ്രധാന ചിന്ത. ഈ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ച് 31 മുതൽ ഉള്ള പ്രാർത്ഥനകളിൽ പ്രധാനമായിട്ട് അർപ്പിച്ചിരുന്ന ചിന്തകൾ ഞാൻ എങ്ങനെ പറഞ്ഞിരുന്നു? ആ വാക്യം സിമ്പിൾ ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോൾ ഈ വർഷം കൂടി നിൽക്കട്ടെ, ഈ വർഷം കൂടി നിൽക്കട്ടെ. കൃഷിക്കാരൻ പറയുന്ന വാക്കാണ് ഉടമസ്ഥനോട്. അങ്ങനെയാണ് സിമ്പിൾ ട്രാൻസ്ലേഷനിൽ കാണുന്നത്. കൃഷിക്കാരൻ അവനോട് ഈ വർഷം കൂടി നിൽക്കട്ടെ. അപ്പൊ 26 നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഇന്ന് പകലും ഓർപ്പിക്കുന്ന വിഷയം, ഈ വർഷം കൂടി കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നു. ആരുടെയൊക്കെയോ പ്രാർത്ഥന, ദൈവജനം ഇടിവിൽ നിൽക്കുന്നത്, സഭ ഇടിവിൽ നിൽക്കുന്നത് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ, അല്ലെങ്കിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ഓരോരുത്തർ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിലിരിക്കുകയായിരുന്നു. നിങ്ങളെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അത് ഈ ആണ്ട് മുഴുവൻ നിൽപ്പാനുള്ള, കൃപ പ്രാപിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയായിരുന്നു. ഒരു വിശദമായ ശുശ്രൂഷയ്ക്കുന്ന പകൽ സമയങ്ങൾ ലഭിക്കയില്ല. തിരുമേശ ശുശ്രൂഷയ്ക്ക് ഉൾപ്പെടെ നമ്മുടെ മുൻപിൽ ഉള്ളത് കൊണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ ഓർപ്പിക്കാം. ഈ വർഷം കൂടെ നിൽക്കട്ടെ എന്ന് കൃഷിക്കാരൻ പറഞ്ഞ് എന്നെയും നിങ്ങളെയും നിർത്തിയെങ്കിൽ നാം നന്ദിയുള്ളവരാകണം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാകണം, ദൈവത്തെ ഉയർത്തുന്നവരാകണം, ദൈവ പദ്ധതി തിരിച്ചറിയുന്നവരാകണം. ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് അതെ ദൈവം അതിന് അനുവദിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് ചാൻസ് നൽകി ദൈവം അതിന് അനുവദിച്ചിരിക്കുന്നു. ഞാനിങ്ങനെ പറയാം, ദൈവം അനുവദിച്ച്
സെക്കൻഡ് ചാൻസ് നൽകി 26 ദൈവം നമ്മെ കൂട്ടിക്കൊണ്ട് വന്നു. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യെസ്. 2 കാര്യങ്ങൾ അർപ്പിക്കുന്നു. ഒന്ന്, ദൈവം അനുവദിച്ചു. എന്താ? ഈ വർഷം കൂടെ നിൽക്കട്ടെ. അതിനൊരു ഹല്ലേലൂയ പറയാമോ? അർത്ഥം, പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല, പ്രതീക്ഷ വെച്ച് പുലർത്തിയില്ല. ലേവ്യ 19 പറയുന്നത്, വൃക്ഷം നട്ടാൽ 5-ാം വർഷം ഫലം നിങ്ങൾക്ക് ധാരാളം അനുഭവിക്കാം. അതും കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, അത്തികായ്ക്കേണ്ട സമയവും കഴിഞ്ഞിട്ടും സമയം ഫലം കൊടുക്കാതിരുന്നപ്പോൾ ദൈവത്തിന്റെ കൽപ്പന വെട്ടിക്കളയാൻ, ഭൂമിക്ക് ഭാരമായി നിർത്തണ്ട. പക്ഷേ കൃഷിക്കാരൻ ഇടപെടുന്നു. കൃഷിക്കാരൻ പറയുന്നു, ഇടിവിൽ നിൽക്കുന്നു, മധ്യസ്ഥ ചെയ്യുന്ന ഒരുവൻ നമുക്കുണ്ട്. ചിലരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചില മാതാക്കളുടെയൊക്കെ കണ്ണുനീരാ നമ്മെ നിർത്തിയിരിക്കുന്നത് കേട്ടോ. ചിലർ രാത്രിയാമങ്ങളിൽ ഇടിവിലിരിക്കുന്നത് കൊണ്ടാണ് ഈ 2026 4-ാം ദിവസവും ദൈവം ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത്. അതോർത്ത കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ശേഷിപ്പിച്ചല്ലോ, ആരോഗ്യം തന്നല്ലോ, ബലം നൽകിയല്ലോ. അതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തേ, സ്തുതികൾ ഉയർത്തിക്കേ. എല്ലാ പോരുകളും അഴിയട്ടെ, ദുഷ്ടശക്തികൾ അഴിയട്ടെ, യേശു കർത്താവിന്റെ നാമത്തെ. ദൈവം നിർത്തിയത് ഓർത്തെങ്കിലും ആ കരം തട്ടി ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? നിർത്തിയല്ലോ, നിർത്തിയല്ലോ, നിർത്തിയല്ലോ. ഹല്ലേലൂയ. റബ ജഗ ശഗൽ കമനഗഡഗിച്ചിയ. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. അർത്ഥം, വെട്ടിക്കളയാൻ പറഞ്ഞ സ്ഥാനത്ത് പറഞ്ഞു ഈ വർഷം കൂടെ. അപ്പോൾ 1, ദൈവത്തിൻ്റെ പദ്ധതി. 2, ദൈവത്തിൻ്റെ ദീർഘക്ഷമ. 3, ദൈവം സെക്കൻഡ് ചാൻസ് നൽകിയിരിക്കുന്നു. എത്ര പേര് മനസ്സിലാക്കുന്നു? എന്നോട് ചേർന്നൊന്ന് പറയാം. ഇനി നിങ്ങൾ ബൈബിളിലൊന്നും നോക്കിയിരിക്കണമെന്നില്ല, പണ്ഡിതരാന്ന് എനിക്കറിയാം. പക്ഷേ ഇനി എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ മതിയാകും. സ്തോത്രം. കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. 1, ദൈവത്തിൻ്റെ പ്രതീക്ഷ. 2, ദൈവത്തിൻ്റെ ദീർഘക്ഷമ. 3, വെട്ടിക്കളയാൻ പറഞ്ഞിട്ടും ഒരു സെക്കൻഡ് ചാൻസ് നൽകിയിരിക്കുന്നു. God of expectation, God of patience, God of second chance. സെക്കൻഡ് ചാൻസ് ലഭിക്കുന്നത് ഒരു അപൂർവ ഭാഗ്യമാണ്. ഈ ഭൂമിയിൽ ലഭിച്ചു കേട്ടോ. എന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല. ഒരു ട്രെയിൻ വിട്ടുപോയാൽ അടുത്ത ട്രെയിനിന് നമുക്ക് പോകാം. ഒരു ഫ്ലൈറ്റ് പോയാൽ അടുത്ത ഫ്ലൈറ്റിന് പോകാം. ഒരു ബസ് പോയാൽ അടുത്ത ബസ്സിന് പോകാം. എവിടെയെങ്കിലും ലേറ്റായി ചെന്നാൽ അന്ന് ചിലപ്പോൾ ആബ്സെന്റ് ആയിരിക്കും, അടുത്ത ദിവസം കയറാം. പക്ഷേ കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടാൽ there is no second chance, ഒരു രണ്ടാം സാധ്യത ഇല്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഈ 2026 ആദ്യ പകലിലെങ്കിലും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ ഹിതത്തിന്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അടുത്തു വരുക ആത്മാവ് ഇന്ന് പകൽ ബുദ്ധി പറയുന്നു. ഒരു രണ്ടാം ചാൻസ് ദൈവം നൽകിയത് അത്ഭുതമാണ്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ശേഷിപ്പിച്ച ആയുസ് വലുത്. ഒരു രണ്ടാമത്തെ അവസരം നൽകിയത് വലുത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. സ്തുതികൾ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കട്ടെ. ആത്മനിയോഗങ്ങൾ ഇവിടെ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ. നിങ്ങൾ കഴിഞ്ഞ സന്ദേശങ്ങൾ കേൾക്കണം. 31-ാമത്തെ സന്ദേശം അത് യൂട്യൂബിൽ വന്നില്ല. വളരെ പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശങ്ങളുണ്ട്, അത് കേൾക്കണം.
അതിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതെ ഇന്ന് പകൽ ആത്മാവിനെ പരമേൽപ്പിച്ചിരിക്കുന്ന, ഇന്ന് പകലത്തേക്ക് മാത്രം അർപ്പിച്ച ചില ചിന്തകളെ ഞാൻ കൈമാറുകയാണ്. പ്രാർത്ഥനാപൂർവമായിരിക്കട്ടെ, വളരെ ഏകാഗ്രതയോടുകൂടെ ആയിരിക്കട്ടെ. ദൈവത്തിന്റെ പദ്ധതി നിർവഹിക്കുന്നവരാകണം തന്റെ മക്കൾ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകണം ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ പദ്ധതി എന്താ? ഞാനിങ്ങനെ പറയാം, ഏത് സാഹചര്യങ്ങളും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഏത് കഴിക്കാത്തതിനെയും കഴിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഏത് ഫലമില്ലാത്തതിനെയും ഫലം പുറപ്പെടുവിപ്പാൻ ദൈവത്തിന് കഴിയും. യെരമ്യാ പ്രവചനത്തിൽ ഒരു നല്ല വാക്യമുണ്ട്. യെരമ്യാ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, കണ്ണുനീരിനാൽ വേദനപ്പെട്ടായിരിക്കുമ്പോൾ, ഭാരപ്പെട്ടായിരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടായിരിക്കുമ്പോൾ, യെരമ്യാ 32 ദൈവിക ഇടപെടൽ, 32-ാം അധ്യായത്തിലെ അതിന്റെ 25-ാമത്തെ വാക്യം, യെരമ്യാ 25-ന്റെ 32-ന്റെ 25. നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത കൈമാറുകയാണ്. നഗരം കൽദയരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു, പിടിക്കപ്പെട്ടിരിക്കുന്നു, ജനം പിടിക്കപ്പെട്ടിരിക്കുന്നു, പ്രതികൂലങ്ങളായിരിക്കുന്നു, പ്രശ്നത്തിലായിരിക്കുന്നു, ഇനി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ നിലം വിലയ്ക്കു മേടിച്ച് അതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? നിലം വിലയ്ക്ക് മേടിക്കാൻ, ആധാരം എഴുതാൻ, സാക്ഷികളെ കൊണ്ട് മുദ്രയിടിപ്പിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ സാഹചര്യം അനുകൂലമല്ല, പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സാധ്യതയുമില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സാധ്യതകൾക്കപ്പുറത്ത ദൈവം ചില പ്രവൃത്തി വെളിപ്പെടുന്നത്. ആധാരങ്ങളെ മുദ്രയിടുവാൻ, സാക്ഷികളെ വെച്ച് ഒപ്പിടിപ്പിക്കുവാൻ കഴിവുള്ളവനാ ദൈവം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൽദയരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുമ്പോൾ, പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ യിരെമ്യാവ് ചോദിക്കുന്നു, എന്തൊരു ദൂതാ പറയുന്നേ? നിലം മേടിച്ചോളാൻ, ആധാരം എഴുതിക്കോളാൻ, ഒപ്പിട്ടോളാൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സാധ്യതയില്ല. പക്ഷെ നിലം മേടിക്കാൻ തയ്യാറാകാമോ? നിലം മേടിക്കാൻ തയ്യാറാകാമോ? വിശ്വാസത്തോടെ. ഞാൻ സഭയാം നിലത്തിലേക്ക് വരാൻ പോവുകയാണ്. അതിനെ മുഖവര പറയുന്നത്. സഭയാം നിലത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്. സാധ്യതയില്ല. യിരെമ്യാവ് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ആകെ പീഡനത്തിൽ, ഞാൻ ആകെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ പ്രശ്നത്തിലായിരിക്കുന്നു. പക്ഷേ യിരെമ്യാ 32-ന്റെ 19 എന്താ പറയുന്നറിയാമോ? ആലോചനയിൽ വലിയവൻ, പ്രവർത്തിപ്പാൻ ശക്തിമാനുമാകുന്നു. He is able to do the great work. അതെ, പ്രവർത്തിപ്പാൻ അവിടുന്ന് ശക്തനായ ദൈവമാണ്. Is powerful. ശക്തനായ ദൈവമാണ്. കർത്താവ് പറഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറായാൽ ആ 19-നും 25-നും ഇടയ്ക്ക് യിരെമ്യാവിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ആദ്യം മുഴുവൻ ആ സംഭവമാണ് കാണുന്നത്. മേടിക്കാൻ തയ്യാറായി. വചനം ഇങ്ങനെ കാണുന്നു. ആ 32-ന്റെ 27-ാമത്തെ വാക്യം, ജെരമ്യ ചാപ്റ്റർ 32 verse 27. എല്ലാവരും ബൈബിൾ ഒന്ന് എടുത്തേ. യിരെമ്യാ 32:27. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത
വല്ല കാര്യമുണ്ടോ? Is anything too difficult? Yes. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. Is anything too hard? Is anything too hard? എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ദൈവത്തിന് ഒരു കാര്യവും. കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ആദ്യ വാക്ക് പുതുവർഷത്തിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഒന്ന് ചേർന്ന് പറയാമോ? ദൈവത്തിന് ഒരു കാര്യവും. പക്ഷേ യെരമ്യാവിന് അസാധ്യമാണ്. കാരണം എന്താണെന്നറിയാമോ? സാധ്യതയില്ലാത്തടത്ത് ഞാനെങ്ങനെ നിലം മേടിക്കുന്നേ? സാധ്യതയില്ലാത്തടത്ത് ഞാനെങ്ങനെ സാക്ഷികളെ വെച്ച് ഒപ്പിടിയിക്കുന്നേ? ഞാൻ സാധ്യതയില്ലാത്തടത്ത് എങ്ങനെ ആധാരം എഴുതിക്കുന്നത്? സാധ്യതയില്ലാത്തടത്ത് ദൈവം ചെയ്യും. സാധ്യതയില്ലാത്തടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരൂ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നത്തെ ആരാധനയിൽ വെളിപ്പെടട്ടെ. യിരെമ്യാവ് പറയുന്നു, സകലതും അസാധ്യമാണ്, സകലതും അസാധ്യമാണ്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇല്ലാത്ത നിലം പോലും മേടിക്കാൻ കഴിയും. ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യമായത് ചെയ്യാൻ ദൈവത്തിന് കഴിയും. ദൈവ പദ്ധതികൾ നിറവേറ്റാനാണ് ഈ ആണ്ട് കൂടെ നിൽപ്പാൻ കൽപ്പന വന്നിരിക്കുന്നതെങ്കിൽ ആമേൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞാനിത് പകൽ കൈമാറുന്നു. ഈ നിലം, ഈ കൃഷി, ദൈവത്തിൻ്റെ പദ്ധതി നമ്മെക്കുറിച്ചുള്ളത്. പുതിയ നിയമ വെളിച്ചത്തിൽ പറയട്ടെ, 1 കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 3:9. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. ഇനിയും പറയുന്നത് ശ്രദ്ധിക്കണം. ഈ ആണ്ടുകൂടെ നിൽക്കുവാൻ, ഈ വർഷം കൂടെ നിൽക്കുവാൻ കർത്താവ് അനുവദിച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫലമില്ലാതിരിക്കുന്ന നോക്കിയിട്ടും പറയുന്നു, അനുഭവങ്ങൾ ഇല്ലാത്ത നോക്കിയിട്ടും പറയുന്നു, ഗിവ് വൺ മോർ ഇയർ, ഒരു വർഷം കൂടെ ഒന്ന് നിന്നോട്ട്. ഒരു സെക്കൻഡ് ചാൻസ് ദൈവം ഒരുക്കുന്നു, ഒരു സെക്കൻഡ് ചാൻസ് ദൈവം നൽകിത്തരുന്നു. ഇവിടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. ഇംഗ്ലീഷിൽ ആരെങ്കിലും ഒന്ന് വായിച്ചു സഹായിക്കാൻ പറ്റുമോ? ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ അത് 1 കൊരിന്ത്യർ ലേഖനത്തിലെ 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചേ. For we are God's fellow workers, you are God's field. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചോ? You are God's field. ഞാൻ NIV ട്രാൻസ്ലേഷനാണ് വായിച്ചത്. എന്നിട്ട് പറയുന്നു, you are God's building. നിങ്ങൾ ദൈവത്തിൻ്റെ ആരാണ്? വയലാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വീടാണ്. ഇനി കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. നിങ്ങൾ ആരാണ്? ഞാൻ POC ബൈബിളിൽ സിമ്പിൾ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ അത് കൊടുത്തിരിക്കുന്നത്. 9-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 3:9. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. അപ്പൊ ഞങ്ങളാരാ? ഞങ്ങളാരാ? ശുശ്രൂഷകന്മാര്. പൗലോസ് ലീഗ പറയുന്നു, ഞങ്ങളാരാ?
ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ, കൂട്ടുവേലക്കാർ. അപ്പൊ അവിടുന്ന് ജനത്തെ ഒഴിവാക്കി. അടുത്തത് പറയുന്നു, നിങ്ങളാരാ? നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. എന്നാൽ ഇംഗ്ലീഷിലും ഇതര ഭാഷയിലും POC ട്രാൻസ്ലേഷനിലും ഒക്കെ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, For we are God's fellow workers. You are God's field. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, You are God's building. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാം, You are God's field. നിങ്ങൾ ദൈവത്തിൻ്റെ വയലാണ്. വയൽ. ഇനി എൻ്റെ ചിന്ത ഞാൻ ബന്ധിപ്പിക്കാം. എവിടെ കൃഷി നടക്കുന്നേ? വയലില്ല. സ്തോത്രം. യെരമ്യാവിനോട് മേടിക്കാൻ പറഞ്ഞത് എന്താ? വയല. ദൈവത്തിന് ഒരു കാര്യവും. എന്നോട് ദൈവത്തെ സ്തുതിക്കാമോ? ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, എങ്കിലേ ഇതകത്ത് കയറത്തുള്ളൂ. യെരമ്യാവിനോടും പറഞ്ഞു, നീ വയല് മേടിക്കണം. ഇത് സാധ്യമല്ല, പക്ഷെ ദൈവത്താൽ സകലം സാധ്യതമാണ്. അവിടുന്ന് ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തനാണ്. ദൈവത്തിന് ചോദിക്കാനുള്ള ചോദ്യം, എന്നാൽ ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്ന എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ആരാണ്? ദൈവത്തിൻ്റെ വയലാണ്, ദൈവത്തിൻ്റെ കൃഷിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വയലാണ്, ദൈവത്തിൻ്റെ ബിൽഡിംഗ് ആണ്, ദൈവത്തിൻ്റെ കെട്ടിടമാണ്. അങ്ങനെയെങ്കിൽ വിശ്വാസിയെ, സഭ ദൈവത്തിൻ്റെ ആരാണ്? പറ. ദൈവത്തിൻ്റെ വയലാണ് സഭ. ദൈവത്തിൻ്റെ വയലാണ് സഭ. ദൈവത്തിൻ്റെ കൃഷിയാണ്. എന്നാൽ ഈ കൃഷിയിൽ ഫലം തിരഞ്ഞപ്പോൾ, സഭയ്ക്കകത്ത് ഫലം നോക്കിയപ്പോൾ, സഭയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, സഭയാം തോട്ടത്തിനകത്ത് എന്തില്ല? സഭയാം തോട്ടത്തിനകത്ത് ഫലമില്ല. വളരെ ആഗ്രഹിച്ചു, ഇക്കൊല്ലമൊന്ന് കായ്ക്കുമെന്ന്, ഇക്കൊല്ലമൊന്ന് കായ്ക്കുമെന്ന്. സഭയാൻ തോട്ടത്തിനകത്ത് ഫലമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണെങ്കിൽ, ദൈവത്തിൻ്റെ വയലാണെങ്കിൽ, ഈ വയല് നിറച്ച് ആമേൻ കൊയ്തെടുക്കുവാൻ പാകമായ അനേക കതിരുകൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. വയല് നിറയണം, വയല് നിറയണം. വയല് കളയാകരുത്, വയല് കായ്ക്കാതിരിക്കുന്ന അനുഭവമാകരുത്, വയല് ശൂന്യമാകരുത്, വയല് പതിരാകരുത്, വയല് ഒന്നുമില്ലാത്തതാകരുത്. സഭ ഫലമുള്ളതാകണം. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ദൂത? സഭ ഫലമുള്ളതാകണം. ബിക്കോസ് യു ആർ ദ ഫീൽഡ്. ഞാൻ ആവർത്തിക്കുന്നു, യു ആർ ദ പാഡി ഫീൽഡ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങളൊരു നെൽകൃഷിയാണ്. സഭ ദൈവത്തിൻ്റെ വയലാണ്. അപ്പൊ വയലിൽ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം ഫലം അന്വേഷിച്ചു. വയലിൽ ഫലം അന്വേഷിച്ചു. എന്നാൽ വയലിൽ എന്തില്ല? ഫലമില്ല. പക്ഷേ സഭയെ ദൈവമാക്കിയിരിക്കുന്നത് എന്തായിട്ടാണ്? ദൈവത്തിൻ്റെ വയൽ. എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? ഞാനും നിങ്ങളും ആരാന്നറിയാമോ? ദൈവത്തിൻ്റെ ഫീൽഡാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉടമസ്ഥൻ ആരാ? ഈ ഫീൽഡിൻ്റെ ഉടമസ്ഥൻ ആരാ? ദൈവമാണ്. അത് വിലയ്ക്ക് മേടിച്ചവൻ ആരാ?
യെരമ്യാവിനോട് പറഞ്ഞ് വില കൊടുത്ത് മേടിച്ചോളാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, ഒരു നിധി കണ്ട് വയലിനകത്ത് നിധി ഒളിച്ചിരിക്കുന്ന നിധി കണ്ടവ് തനിക്കുള്ളത് മുഴുവൻ വിറ്റ് ആ നിധിയെ മേടിച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, സഭയാകുന്ന നിധിക്ക് വേണ്ടി വില കൊടുത്ത് തന്റെ രക്തമൂറ്റി തന്ന് സഭയെ വിലയ്ക്ക് മേടിച്ചവ് അവിടുന്നാണ് ഉടമസ്ഥൻ. സഭയാണ് ഉടമസ്ഥൻ. സഭയ്ക്കൊരു ഉടമസ്ഥനുണ്ട്. യെസ്, സഭയ്ക്കൊരു ഉടമസ്ഥനുണ്ട്. ഈ വയലിനൊരു അധികാരിയുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവമക്കളെ? ഇതാർക്കും കേറി നിരങ്ങാനുള്ള വയലല്ല. ദൈവസഭ കെട്ടിയടച്ച തോട്ടമാണ്. ദൈവസഭ കെട്ടിയടച്ച വയലാണ്. ഒന്ന് കരങ്ങൾ തട്ടിക്ക്. മയക്കമെല്ലാം മാറട്ടെ. ഇന്നത്തെ ഈ മെസ്സേജ് അകത്ത് കയറണം. ദൈവസഭ കെട്ടിയടച്ച തോട്ട, അച്ചടക്കമുള്ള തോട്ട, ഉടമസ്ഥന്റെ അതെ അവകാശമുള്ള തോട്ട, ദൈവസഭയാകുന്ന വയൽ. ഇത് ദൈവത്തിന്റെ വകയാണ്. വില കൊടുത്ത് യെരമ്യാവ് മേടിച്ച വയല് പോലെ സഭയാം വയലിനെ തന്റെ ചോര കൊടുത്ത് മേടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഓർപ്പിച്ചപ്പോൾ പറഞ്ഞത്, തന്റെ രക്തത്താൽ സമ്പാദിച്ച തന്റെ സഭ, തന്റെ രക്തത്താൽ സമ്പാദിച്ച തന്റെ സഭ, തന്റെ സഭ. ഈ സഭയുടെ ഉടമസ്ഥനപ്പം ആരാ? ഈ വയലിന്റെ ഉടമസ്ഥൻ ആരാ? ദൈവമാണ്. വില കൊടുത്ത് ഒരുവനുണ്ട്. ഇത് ഇഷ്ടമുള്ളപ്പം വരാനും ഇഷ്ടമുള്ളപ്പം പോകാനും നമുക്കിഷ്ടപോലെ ജീവിക്കാനുള്ള മാർഗമല്ല. ഈ വയൽ ആരുടെയാ? ദൈവത്തിൻ്റെ. ദൈവത്തിൻ്റെ വയൽ, ദൈവത്തിൻ്റെ കൃഷി. ആരാധനയ്ക്ക് അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കണം. കായ്ക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഫീൽഡിനെ സംരക്ഷിക്കാത്തോണ്ടാണ്. ഈ ഫീൽഡിന് പരിചരണം കൊടുക്കാത്തോണ്ടാണ്. ആമേൻ. ഇന്ന് പകൽ കായ്ക്കാനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ഫലം കായ്ക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്ക. ഫലം കായ്ക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്ക. അതെ, കാത്തിരിക്കുന്നു. ഈ ഫീൽഡ് ഈ ആണ്ടിലെങ്കിലും കായ്ക്കുമായിരിക്കും. ഇനിയും ഇതിന് അടിസ്ഥാനം ഇട്ടതാരാന്നറിയാമോ? ഉടമസ്ഥൻ ആരാന്നറിയാമോ? നിങ്ങൾ ആ 10-ാം വാക്യം ഒന്ന് വായിക്കണം. 10-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 3:10. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അടുത്തത് പറയുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തനും. അപ്പോൾ ഉത്തരവാദിത്വം ആർക്കാ? നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഈ വയലിന്റെ ഉത്തരവാദിത്വം ആർക്കാ? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഈ വയലിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഈ വയലിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. ഈ പണി എങ്ങനാണെന്ന് നോക്കിക്കൊള്ളട്ടെ. ഓരോരുത്തനും നോക്കട്ടെ ഈ പണി എങ്ങനാണെന്ന്. ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? സർവശക്തനായ ദൈവത്തിനാണ് ഉത്തരവാദിത്വം. ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? ദൈവത്തിന്. പക്ഷെ പണി നടത്തുന്നത് ആരാണ്? ഇതിന്റെ ഉത്തരവാദി ദൈവം. പക്ഷേ പണിയുന്നത് ഓരോരുത്തരുമാണ്.
അവിടെയാണ് ഫലം കായ്ക്കുമോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിവുണ്ടാകേണ്ടത്. ഞാൻ ഇങ്ങനൊരു ദൂത് പറയാം. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണിയുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകലൊരു പണി കേൾപ്പിച്ചാൽ പുതിയത് ചിലത് കാണും, പുതിയ ചില ഫലം കാണും. ഒരു കല്ലിനോടൊന്ന് ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെ അടിസ്ഥാനമിട്ടിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്നെങ്കിൽ അതെ, അടിസ്ഥാനമിട്ടത് പ്രധാന ശില്പിയാണ്, അടിസ്ഥാനമിട്ടത് അതെ വൈസ്മാനാണ്, നല്ലൊരു ആർക്കിടെക്റ്റാണ്. ആ ആർക്കിടെക്റ്റ് അതെ അടിസ്ഥാനമിട്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ആ അടിസ്ഥാനത്തിൻ്റെ മേൽ അടുത്ത ഒരു കല്ല് വെക്കാൻ കഴിയാത്തതുപോലെ, ഒരു കൃപ പ്രാപിക്കാൻ കഴിയാതെ, ഒരു നന്മ വരാതെ, ഫലമില്ലാതെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഫലം പുറപ്പെടുവിക്കാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ചിലത് ചേർത്ത് പണിയണം. ഞാനൊരു ചിന്ത കൈമാറാം. ഇന്ന് പകൽ ഒരു ചിന്ത കൈമാറുന്നു. ഞാൻ ചേർത്ത് പറയാം. ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു കാർപ്പന്റർ, കൊത്തുപണി ചെയ്യുന്നയാള്, ഒരുവൻ ഒരു പറമ്പിൽ ഒരു മരക്കുറ്റി കിടക്കുന്നത് കണ്ടു. എന്താണ് ഒരു മരക്കുറ്റി? ഒരു മരക്കുറ്റി ഒരു പറമ്പിൽ കിടക്കുന്നത് കണ്ടിട്ട് ആ വീട്ടിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഈ മരക്കുറ്റി എനിക്ക് തരാമോ എന്ന്. ഈ മരക്കുറ്റി എനിക്ക് തരാമോ എന്ന്. വീടിന്റെ ഉടമസ്ഥൻ പറഞ്ഞ എന്താണെന്നറിയാമോ? എൻ്റെ പൊന്നു സാറേ, ഇതെൻ്റെ പറമ്പ് മെനക്കെടുത്തി, ഇത് വെറുതെ ഇവിടെ കിടക്കുകയാണ്, നിങ്ങൾ എങ്ങനെങ്കിലും കൊണ്ടുവെക്കൂ, ഇത് കൊണ്ടുപോകാനുള്ള വണ്ടിക്കൂലിയുടെ ഞാൻ എന്ത് ചെയ്തോളാം, തന്നേക്കാമെന്ന് പറഞ്ഞു. ഇതെങ്ങനെങ്കിലും നിങ്ങൾ എൻ്റെ പറമ്പിൽ നിന്ന് കൊണ്ട്. വലിയൊരു മരക്കുറ്റി അവിടെ കിടക്കുകയാണ്. മരം മാന്തി, അത് മരത്തിൻ്റെ കുറ്റി JCB വെച്ച് മാന്തി പറമ്പിലിട്ടിരിക്കുക. എൻ്റെ പറമ്പിൽ സ്ഥലമില്ലാതെ ഈ മനുഷ്യനിത് വണ്ടിയിൽ കയറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹം നല്ലൊരു ആർക്കിടെക്റ്റ് ആയിരുന്നു, നല്ല കൊത്തുപണി ചെയ്യാൻ കഴിവുള്ളയാളായിരുന്നു, നല്ലൊരു ശില്പിയായിരുന്നു. ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി മരക്കുറ്റിയെ ചില ദിവസങ്ങളിൽ ചില ചെത്തുപണികൾ നടത്തി, ചില രൂപഭംഗിയൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞപ്പോൾ, ചില ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സിറ്റൗട്ടിനകത്ത് ഏറ്റവും മനോഹരമായൊരു ഡോൾഫിൻ, അതിൻ്റെ പെയിന്റും ചെയ്ത് പോളിഷും പൂർത്തിയാക്കിയപ്പോൾ മനോഹരമായൊരു ഡോൾഫിനായിട്ട് കിടക്കുന്നു. പിന്നത്തേതിൽ ഈ മരക്കുറ്റി കൊടുത്ത വ്യക്തി ഇത് ചോദിച്ചപ്പോൾ, ഇത് എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, താങ്കളുടെ വീട്ടിൽ നിന്ന് വേണ്ടാതെ എടുത്തു കളഞ്ഞ് എൻ്റെ വീട്ടിൽ കൊണ്ടെത്തന്ന ആ മരക്കുറ്റിയാണിത്, അതിനെ ഈ രൂപത്തിലാക്കിയെന്ന്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു എന്നറിയാമോ? പ്രിയരേ, ദൈവത്തിന് സകലതും കഴിയും. നീ ഷെയ്പ്പില്ലാതെ കിടക്കട്ടെ, പറമ്പിൽ കിടക്കട്ടെ, ഏത് സാഹചര്യത്തിൽ കിടക്കട്ടെ, ഏതവസ്ഥയിലാണെങ്കിലും കർത്താവിൻ്റെ കയ്യിലൊന്ന് കൊടുക്കാമെങ്കിൽ ഷെയ്പ്പ് വരുത്തുക, രൂപം വരുത്തുക, ഭംഗി വരുത്തുക. സിറ്റൗട്ടിനകത്തേക്ക്, ഡൈനിങ് ഏരിയയുടെ അകത്തേക്ക് അല്ല, നിന്നെ ഏറ്റവും പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം മതിയായവനാണ്. കാരണം ഒരു പ്രധാന ശില്പിയുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ, കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ. ഏത് സാഹചര്യത്തിലും ദൈവത്തിന് പണിയാനായിട്ട് കഴിയും, ഏത് സാഹചര്യത്തെയും ദൈവത്തിന് മാറ്റിമറിക്കുവാൻ കഴിയും. എന്നാൽ ആ കാർപ്പന്ററുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. മണ്ണ് പിടിച്ച്, ചെളി പിടിച്ച്, ഷെയ്പ്പില്ലാതെ നീ കിടക്കട്ടെ. ഈ 2026 ആണ്ട് 4-ാം ദിവസം ഞാൻ വിളിച്ചു പറയുന്നു, പണിതെടുക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിപ്പാൻ ദൈവത്തിന് കഴിയും. നീ വയലിൽ ഒരുക്കപ്പെട്ടവനായിട്ടാണോ ഇരിക്കുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ വയലായിരിക്കുന്നെങ്കിൽ ഈ മെസ്സേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്ന അവസാന നിമിഷത്തേക്ക്, ഈ വയലിലുള്ള ചെടികൾ എങ്ങനായിരിക്കണം? ഞാൻ പറഞ്ഞു, നിങ്ങളാരാ? ദൈവത്തിൻ്റെ കൃഷി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വയലാണ്. യു ആർ ദ ഫീൽഡ്. ദൈവത്തിൻ്റെ വയലാ നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഫലം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അത്തിയുടെ ചിന്ത.
ദൈവം ഫലം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണ്. എന്നാൽ കൊരിന്ത്യ സഭയുള്ള ബന്ധത്തിൽ ഈ വയലിലേക്കൊന്ന് വന്നു. പൗലോസ്ലീഹ ഈ വയലിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നറിയാമോ? അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പം ആരാ ഇപ്പം വളർത്തുന്നത്, ആരാ ഇപ്പം മുൻപോട്ട് കൊണ്ടുപോകുന്നത്, ആരാ കാര്യങ്ങൾ ചെയ്യുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ അധ്യായത്തിലെ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ, അപ്പല്ലോസാര് പൗലോസാര് തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. അടുത്തത്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവം അല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അടുത്തത്, നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തനെ താന്താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം. ഈ വയലിനകത്ത് എന്തോ ഉണ്ടപ്പം? താന്താൻ്റെ അധ്വാനത്തിനനുസരിച്ച് കൂലിയുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഫലമുണ്ടെന്ന്, പ്രയോജനമുണ്ടെന്ന്. താന്താൻ്റെ അധ്വാനമനുസരിച്ച്. ഇവിടെ പക്ഷെ കൊരിന്ത്യ സഭക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനാ നട്ടത്, അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, കുറെ സ്വതന്ത്രന്മാര്. ഇപ്പൊ സ്വതന്ത്രന്മാരുടെ ബഹളമാണല്ലോ, എല്ലായിടത്തും സ്വതന്ത്രന്മാരാ. ആത്മീയത്തിലും സ്വതന്ത്രന്മാര്, പിന്നെ രാഷ്ട്രീയത്തിൽ സ്വതന്ത്രന്മാര്, എല്ലായിടത്തും സ്വതന്ത്രന്മാരാ. അങ്ങനെ കുറെ പക്ഷക്കാര്. ഈ പക്ഷക്കാരെല്ലാരും കൂടെ ചേർന്നിട്ട് ഇപ്പൊ പണിയൊന്നും നടക്കുന്നില്ല. ഇപ്പൊ എന്തേ ഉള്ളൂ? പക്ഷവേ ഉള്ളൂ. സ്വത്രം പറയാമോ? ഇപ്പൊ പണി നടക്കുന്നില്ല, വയലിനകത്ത് കൃഷി നടക്കുന്നില്ല. പറഞ്ഞോണ്ടിരിക്കുന്ന എന്താണെന്നറിയാമോ? ഞാൻ ആരുടെ കൃഷിയാ? ഞാൻ അപ്പല്ലോസിന്റെ കൃഷി. ഞാൻ ആരുടെ കൃഷിയാ? ഞാൻ പൗലോസിന്റെ കൃഷി. ഞാൻ ആരുടെ കൃഷിയാ? ഞാൻ കേഫാവിന്റെ കൃഷി. ഞാൻ ആരുടെ കൃഷിയാ? ഞാൻ പൗലോസിന്റെ കൃഷി. വേറെ കുറെ പേര് പറയുന്നു ഞാൻ ആരുടെയല്ല, ഞാൻ യേശുവിന്റെ കൃഷിയാണ്. ഇപ്പൊ പണി നടക്കുന്നില്ലോ, വയലിനകത്ത് അനുഭവമില്ലോ, ഫലം തിരഞ്ഞു വരുന്നു, ഫലമില്ലാതിരിക്കുന്നു. പ്രിയരെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയോ, അല്ലോ, ഒരൊറ്റ പക്ഷമേ ഉള്ളൂ. ദൈവസഭയിൽ ഒരു പക്ഷം, ദൈവസഭയ്ക്കകത്ത് ഒരു പക്ഷം മാത്രം, ഒറ്റ പക്ഷം മാത്രം. ആ പക്ഷം കർത്താവായ യേശുവിന്റെ പക്ഷം. അതുകൊണ്ടാണ് നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ വളരുമാറാക്കുന്നത് ആരാണ്? ആരാണ്? ദൈവം. ഫലം തരുന്നവൻ ആരാണ്? ദൈവം. ഓരോരുത്തന് കൂലി തരുന്നത് ആരാണ്? അപ്പൊ വയലിൽ ഫലമുണ്ടോ? കഴിഞ്ഞാണ്ടിൽ കായ്ച്ചില്ലെങ്കിലും ഈ ആണ്ടിൽ കായ്ക്കാൻ കൃപ തരുമോ? വയലിൽ നന്മയുണ്ട്, വയലിൽ ഫലമുണ്ട്. ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ തയ്യാറാകാമോ? വളരുമാറാക്കുന്നത് ആരാണ്? ദൈവമാണ്, സർവശക്തനാണ്. ഈ മെസ്സേജിന്റെ പ്രധാന ഭാഗം. പക്ഷേ വളരാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇപ്പോഴേ അതിൻ്റെ 3-ാം വാക്യം മുതൽ, വേണ്ട 2 മുതൽ തന്നെ പറയാം, വേണ്ട 1 മുതൽ തന്നെ പറയാം. 1 കൊരിന്ത്യർ 3:1 മുതൽ, സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇപ്പോൾ എങ്ങനെ? Could not speak to you as to spiritual people, but as carnal. ആത്മീയരോടെന്ന പോലെ അല്ല എനിക്കിപ്പോ സംസാരിക്കേണ്ടി വരുന്നത്. ആർക്കാ? എനിക്കല്ല, പിന്നെ പൗലോസ്ലീഹയ്ക്ക്. ആത്മീയരോടെന്ന പോലല്ല സംസാരിക്കേണ്ടി വരുന്നത്. ഈ കൃഷി മുഴുവൻ എന്താകേണ്ടതാണ്? ഇത് ആത്മീയരാകേണ്ടതാണ്. ഈ വയല് മുഴുവൻ എന്താകണം? ഇത് ആത്മീയരാകണം. അപ്പം ഫലമില്ലാത്തതിന്റെ കാര്യം എന്ത്? ആർ യു സ്പിരിച്വൽ? നീ സ്പിരിച്വൽ ആണോ? പൗലോസ്ലീഹ പറയുന്നു, പൗലോസിന്റെ കാലഘട്ടത്തിൽ സ്പിരിച്വൽ അല്ലെങ്കിൽ പിന്നെ ഈ പാവപ്പെട്ടവരുടെ കാര്യം പറയണോ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ അനുസരിക്കുവോ?
ഞങ്ങളാരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ? പൗലോസ്ലീഹ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനും ഐനിയാസിനെ മറ്റും പിടിച്ചെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ താൻ ചാടി എഴുന്നേൽക്കുന്നു, മുടന്തു മാറുന്നു, നടന്നു പോകുമ്പോൾ നിഴലടിച്ച് രോഗികൾ സൗഖ്യമാകുന്നു. ഇത്ര വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൗലോസിനോട് ഇങ്ങനാണ് പിന്നെന്തുവാ? ശ്രദ്ധിച്ചേ, വളരെ പ്രധാനപ്പെട്ട ചിന്ത. സഭ വളരാത്തതിൻ്റെ കാര്യം, ഈ വയലിനകത്ത് വളരാത്തതിൻ്റെ കാര്യം എന്താ? വെള്ളം ഒഴിക്കുന്നുണ്ട്, ശുശ്രൂഷയുണ്ട്, പ്രബോധനമുണ്ട്, ആരാധനയുണ്ട്, ഒന്നിനും കുറവില്ല. വെള്ളമാണ് കൂടുതലാണ് ഒഴിക്കുന്നത്. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? വളരുന്നില്ല. പക്ഷേ വളരും തോറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നറിയാമോ? നിങ്ങളോട് ആത്മീയരോടെന്ന പോലല്ല, പിന്നെ ജഡീകന്മാരോടെന്ന പോലെ. കർണൽ, അയ്യോ, ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിക്കുന്നത്. പിന്നെ ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവില്ല, ഇന്നും നിങ്ങൾ. അവിടുത്തെ കാര്യമാണ് പറയുന്നത്. 2-ാമത്തെ വാക്യത്തിൽ തീർത്ത് പറഞ്ഞിരിക്കുകയാണ്, സ്തോത്രം. ആൻഡ് ഈവൻ നൗ യു ആർ സ്റ്റിൽ നോട്ട് ഏബിൾ. നിങ്ങളെന്താ? അതെ, ഭക്ഷണം കഴിപ്പാൻ നിങ്ങൾ കഴിവില്ലാത്തവരായിരിക്കുക. പിന്നെ പറയാണ്, യു ആർ സ്റ്റിൽ കാർണൽ. ഇപ്പോഴും നിങ്ങൾ ആരാ? എല്ലാവരും എന്നെ ഒന്ന് നോക്കിക്കേ. ഇവിടെ കായ്ച്ചു നിൽക്കുന്ന മാന്തൈ വല്ലതും ഉണ്ട്, ഞാൻ കൊണ്ട് കാണിച്ചു തരാമായിരുന്നു. ഇവിടെ ഞാൻ നേരത്തെ അത്രയും പ്ലാൻ ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ കാണിച്ച് അത് പ്രസംഗിക്കാമായിരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, സ്തോത്രം. ഒരു കായ്ച്ചു നിൽക്കുന്ന മരം, ഒരു കായ്ച്ചു നിൽക്കുന്ന തെങ്ങ്, ഒരു കായ്ച്ചു നിൽക്കുന്ന മാവ്, ഇത് ആഗ്രഹിച്ച് നട്ടുകൊണ്ട് വരികയാണ്, വളർത്തിക്കൊണ്ട് വരിക വയലിനകത്ത്. സ്തോത്ര. ഓരോ വിശ്വാസിയെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ഇതിനുവേണ്ടി പൗലോസ്ലീഹ പറയുകയാണ്, ഭക്ഷണം ഇഷ്ടം പോലെ കൊടുത്തു, പക്ഷെ ഇപ്പോഴും ഭക്ഷണം കഴിക്കാനേ പ്രാപ്തിയല്ല. ഇപ്പോഴും എന്താ കൊടുക്കുന്നത്? ബോട്ടിൽ ഫീഡാണ്. ഹലോ, ഇപ്പോഴും കുപ്പിക്കകത്താണോ കുടിക്കുന്നത്? കുപ്പിക്കകത്ത് പാല് കുടിക്കുവോ? ആണോ? ഇത് സഭയെ നോക്കി പറയുക. ഇപ്പോഴും കൊരിന്ത്യ സഭയെ, ഇപ്പോഴും കൊരിന്ത്യക്കാർക്ക് എന്താ കൊടുത്തോണ്ടിരിക്കുന്നത്? അമ്മച്ചി വിശക്കുന്നു, പാലും കുപ്പി എടുക്കും, നിപ്പിള് എടുത്ത് നിപ്പിളിനകത്ത് ഇപ്പോഴും കുടിപ്പിക്കുന്നത്. സഭ വളരണം. ഇന്ന് പകൽ നിപ്പിളൊക്കെ വലിച്ചെറി, ഭക്ഷണം കഴിക്കാൻ തയ്യാറാകെ. പാല് കുടിക്കേണ്ട സമയം കഴിഞ്ഞു. കൊല്ലം എത്രയായി? വളരാതിരിക്കുകയല്ലേ? ആമൻ, വളരാതിരിക്കല്ലേ? കൊല്ലം എത്രയെന്ന്? വളർന്നോ? ഇപ്പോഴും നിങ്ങൾ ആരാന്നാ പറയുന്നത്? ഇപ്പോഴും ജഡികന്മാർ, ഇപ്പോഴും ജഡികന്മാരെന്ന് പറയുന്നു. 26-ൽ ജഡികന്മാരുടെ കൂട്ടമല്ല സഭ. ദൈവസഭ ജഡികന്മാരുടെ കൂട്ടമല്ല. 26-ൽ ആത്മീയരുടെ കൂട്ടമാകണം. കേരളം മുഴുവൻ വ്യാപരിക്കണം, ലോകം മുഴുവൻ അതാകണം. വളരാത്തതിന്റെ കാര്യം, ഫലമില്ലാത്തതിന്റെ കാര്യം, ഫീൽഡില്ലാഞ്ഞിട്ടല്ല, സഭയില്ലാഞ്ഞിട്ടല്ല, ആരാധനകളില്ലാഞ്ഞിട്ടല്ല. എല്ലാ സഭകളും ഏസിയായി, എല്ലാ സഭകളിലും വിശാലതയായി, എല്ലാ സഭകളിലും പ്രൊജക്ടറായി, എല്ലാ സഭകളിലും ഇരിപ്പായി, കസേരയായി, ചാണകം മെഴുകിയ തറകളൊക്കെ മാറി. പക്ഷെ ഇന്ന് സൗകര്യം വർദ്ധിച്ചപ്പോൾ ആത്മീയരെ വേണ്ട, ആത്മീയ നേതൃത്വം വേണ്ട, ആത്മീയരായ അനുഭവമുള്ളവരെ വേണ്ട, ആത്മീയ ശുശ്രൂഷകരെ വേണ്ട, ആത്മീയ വിശ്വാസിയെ വേണ്ട. 10 പുത്തനുള്ളവനാണിന്ന് ആത്മീയര്. ഒറ്റയാണ്ടൂടെ നിർത്തിയിരിക്കുകയാണ്. മടങ്ങിവ, കായ്ക്കാൻ തയ്യാറാകാമോ? ഫലം കായ്ക്കാൻ തയ്യാറാകാമോ? ദൈവത്തിന്റെ ആ വയല്, ദൈവത്തിന്റെ ആ കൃഷി ഫലം കായ്ക്കാൻ തയ്യാറാകാമോ? ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാകുന്നെങ്കിൽ അധ്വാനിച്ച ദൈവം ഫലം തരും. ഈ ആണ്ടിൽ ഒരാത്മാക്കളെ നേടുമെന്ന്, ഒരാത്മാവിനെ നേടാമെന്നൊരു തീരുമാനമെടുക്കാവോ? ഈ വയലിനകത്തൊരു ചെടി ഞാൻ കൊണ്ട നടും. നിങ്ങൾ വലിയ കാര്യമൊന്നും ചെയ്യണ്ട, വലിയ സംഭാവന തന്നില്ലേലോ,
4 മാസത്തിൽ ഒരിക്കലേ ദശാംശം തന്നില്ലല്ലോ, ഒന്നും കുഴപ്പമില്ല, പാസ്റ്ററെ ആരും കുറയ്ക്കത്തില്ല. അല്ല, പാസ്റ്ററെ ദൈവം കുറയ്ക്കത്തില്ല. ദൈവം കുറയ്ക്കാതിരുന്നാൽ മതി. ദൈവം കുറച്ചാൽ എല്ലാം പോകും. സ്തോത്രം. ദൈവം നിന്നെ കുറച്ചാൽ സകലതും പോകും. എന്നാൽ ദൈവം കുറച്ചില്ലെങ്കിൽ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം വചനം പറയുന്നു, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താന്താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം. അപ്പം ഫലം കായ്ക്കണോ, കൂലി വേണോ, നന്നായിട്ട് അധ്വാനിക്കണം. അപ്പൊ അത്തി കായ്ക്കാതിരുന്നത് എവിടോ പരാജയം വന്നു, അധ്വാനത്തിൽ പരാജയം വന്നു, തോൽവി വന്നു. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പകൽ എന്നെ ഏൽപ്പിക്കുന്നു. എനിക്ക് വേണ്ടി ക്രൂശൽ യാഗമായി തീർന്ന്, അതെ, അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് സഭയാകുന്ന നിധിയെ മേടിച്ചു, നിലത്തെ വില കൊടുത്ത് മേടിച്ച എന്നെയും നിങ്ങളെയും ഈ കൃഷിക്കകത്താക്കിയെങ്കിൽ ഈ വർഷം കൂടെ നിൽക്കട്ടെ, ഈ വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ എന്നെ സമർപ്പിക്കുന്നു, ഞാൻ ഫലം കായ്ക്കും. നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ വർഷമാകണം. വചനം ഇങ്ങനെ പറയുന്നത്, ഓരോരുത്തൻ അധ്വാനത്തിനൊത്തവണ്ണം. വയലിനകത്ത് എന്തോ ഉണ്ട്? പറ നിർത്തുക. വയലിനകത്ത് എന്തോ ഉണ്ട്? വയലിനകത്ത് കൂലിയുണ്ട്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? വയലിനകത്ത് നന്മയുണ്ട്, സഭയ്ക്കകത്ത് നന്മയുണ്ട്, എൻ്റെ കുടുംബത്തിനകത്ത് നന്മയുണ്ട്, സഭയ്ക്കകത്ത് അധ്വാനിക്കുന്നവർക്ക് നന്മയുണ്ട്, പ്രയോജനപ്പെടുന്നവർക്ക് അതെ നന്മയുണ്ട്. എന്നാൽ ഫലമില്ലാതിരിക്കുന്നു, കായ്ക്കാതിരിക്കുന്നു. കണ്ണുകളടച്ചേ. പിതാവേ, എന്നെ സമർപ്പിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ കൃഷി, കർത്താവിൻ്റെ കൂട്ടുവേലക്കാരനാകുന്ന ഞാൻ സഭയാകുന്ന തോട്ടത്തെ കൃഷിയെ നോക്കി പറയട്ടെ, ഇത് ഫലം പുറപ്പെടുവിക്കണം. ഫലം പുറപ്പെടുവിക്കാത്തതിൻ്റെ കാര്യം പക്ഷം പറഞ്ഞും ഭിന്നിപ്പുണ്ടാക്കിയും. ഞാൻ 2-ാം വാക്യം വായിച്ചില്ലെന്ന് തോന്നുന്നു. 3-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ. നമുക്ക് അയക്കാത്തതിൻ്റെ കാര്യം എന്താ? ഈ വയലിനകത്ത് വർദ്ധിക്കാത്തതിൻ്റെ കാര്യം എന്താ? ആ വാക്യം ഒന്ന് നോക്കിയത് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. അപ്പം ഈ വയലിനകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ട്? ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, പിന്നെന്തോ ഉണ്ട്? ജഡീകന്മാര്. പിന്നെ സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞാൽ അവിടെയും പോകും, ഇവിടെയും പോകും, അവിടെയും പോയിരിക്കും, ഇവിടെയും പോകും, സിനിമാ തിയേറ്ററിലും പോകും, കലിങ്കയിലും പോയിരിക്കും, വേണ്ടാത്തടത്തും പോയിരിക്കും, കമ്പനി കൂടാനും പോകും. വേണമെങ്കിൽ കൂടെ പോയി കുടിക്കുന്നവന്റെ കൂടെ ഇരുന്ന് ആമേൻ പറയും, ഞാൻ കുടിക്കത്തില്ലെന്ന് നോക്കി അവന് കമ്പനി കൂടാനും പോകും. എന്നാ വിശ്വാസികള്, ഞാൻ ഈ കാലഘട്ടത്തെ നോക്കിയാ പറയുന്ന കേട്ടോ. കാലഘട്ടത്തെ നോക്കി നീ ഇരിക്കേണ്ടിടത്തേ ഇരിക്കാവുള്ളൂ, പോകേണ്ടിടത്തേ പോകാവുള്ളൂ. നിനക്കൊരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്. കൂലി തരുന്നവൻ ദൈവമാണ്. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുക. ഈ പുസ്തകം ഉയർത്തിപ്പിടിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഞാൻ ദൈവത്തിൻ്റെ കൃഷിയാകണമെങ്കിൽ അധ്വാനിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവൻ ബൈബിൾ കരങ്ങളിലൊന്നെടുത്ത് ഉയർത്തിപ്പിടിക്കുക. എത്ര പേര് തയ്യാറാകുന്നു? ഈ ബൈബിൾ നീ ഉയർത്തിയ നിന്നെ ദൈവം ഉയർത്തു. ബൈബിൾ കരങ്ങളിലെടുത്ത് നീ വിളിച്ചു പറ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ബൈബിൾ എടുത്ത് ഉയർത്തിപ്പിടിച്ച്, ഇത് നിന്നെ ഉയർത്തിയ ഈ പുസ്തകം നിന്നെ ഉയർത്തു, നിന്റെ തലമുറയെ ദൈവം ഉയർത്തു. വിളിച്ചു പറ, ഈ പുസ്തകം നിന്നെ ഉയർത്തു. ഇത് ദൈവത്തിൻ്റെ കൃഷിയാണ്, ഇതിനകത്ത് ഫലമുണ്ട്. ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത ആണ്ട് നീ ഫലം പുറപ്പെടുവിക്കും. അടുത്ത ആണ്ട് ഉറപ്പ്, അടുത്ത ആണ്ടിൽ ഫലമുണ്ട്, അടുത്ത ആണ്ടിൽ നന്മയുണ്ട്, അടുത്ത ആണ്ടിൽ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമുണ്ട്, അടുത്ത ആണ്ടിൽ ഭവനത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. നീ ഫലം പുറപ്പെടുവിക്കും. ഒരാണ്ട് കൂടെ നിർത്തിയിരിക്കുന്നു, ഫലം പുറപ്പെടുവിക്കുക. ഒരാണ്ട് കൂടെ നിർത്തിയിരിക്കുന്നു, ദൈവത്തിന് പ്രയോജനമുള്ളവനാകുക. ഒരാണ്ട് കൂടെ ദൈവം നിർത്തിയിരിക്കുന്നു, കർത്താവിന്റെ വിശ്വസ്തരാകുവാൻ. ജീസസ്. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? എന്നെ ദൈവം നിർത്തിയിരിക്കുന്നു, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. എന്തിന്? മേലാൽ
പ്രതീക്ഷ എൻലെസ് സ്റ്റോറിയാണ്. ആ സ്റ്റോറി അവസാനിക്കുന്നില്ല. മേലാൽ അത് പ്രതീക്ഷ, അത് കായ്ക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ജീവിതം ഫലം കായ്ക്കും, ഞാൻ നന്മ പ്രാപിക്കും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുഞ്ഞ് ഈ വർഷം പുതുവഴി കാണും, എൻ്റെ ഭവനത്തിൽ നന്മ വരും, എൻ്റെ കുടുംബത്തിൽ നന്മ വരും, എൻ്റെ കുഞ്ഞിനൊരു ഭാവി ഉണ്ടാകും, എൻ്റെ ഭവനത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാൻ ദൈവത്തിൻ്റെ കൃഷിയാണെങ്കിൽ കൃഷിക്കൊരു ഫലമുണ്ട്. അത് ഈ ആണ്ടിൽ നിർത്തിയിരിക്കുമ്പോൾ ഈ ആണ്ടിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ആമേൻ. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കുക. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. കൃഷി ഫലം, കൃഷിക്കൊരു ഫലമുണ്ട്, അധ്വാനത്തിനൊരു പ്രതിഫലമുണ്ട്. ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ. ഈ ആണ്ട് കൂടെ ദൈവം നിർത്തിയിരിക്കുന്നു. വളരെ ഭയത്തോടെ കർത്താവ് എന്നോട് ഇടപെട്ട ദൈവവചനം ഞാൻ കൈമാറി. വിശ്വസിച്ചേറ്റെടുത്തോണം. ഒരു കൊയ്ത്ത് നടക്കണം. എല്ലാ വീടും അനുഗ്രഹിക്കപ്പെടണം. എല്ലാ വീട്ടിനകത്തും നന്മ വരണം. എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലാ വീട്ടിനകത്തും നന്മ വരണം. സഭയ്ക്കകത്ത് മാനസാന്തരങ്ങൾ ഉണ്ടാകണം. കുടുംബങ്ങളിൽ മാനസാന്തരങ്ങൾ ഉണ്ടാകണം. ദൈവപ്രവൃത്തി വെളിപ്പെടണം. അതിന് സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.